ആദ്യത്തെ ചോദ്യം ഡോക്ടറെ വേദനിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ ഉറുമ്പ് കടിക്കണ അത്ര പോലും വേദനിക്കില്ല എന്നുള്ളതാണ് ഉത്തരം. നീഡിലൊക്കെ ഉപയോഗിച്ച് സൂചി കുത്തുന്ന കാലമൊക്കെ പോയി. ഇപ്പൊ നമുക്ക് സ്മാർട്ട് ഡെന്റൽ അനസ്തീഷ്യ ടെക്നിക്സ് ഈ കാണുന്ന പോലത്തെ കുറേ സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇനി മൊത്തത്തിലുള്ള ആ ഒരു സൗണ്ടും ആ ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ടുള്ള ടെൻഷനും ഒക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിനും ഉണ്ട് നമുക്ക് സൊല്യൂഷൻ. കോൺഷ്യസ് സെഡേഷൻ അല്ലെങ്കിൽ ലാഫിംഗ് ഗ്യാസ് തെറാപ്പി, നൈട്രസ് ഓക്സൈഡ് തെറാപ്പി എന്നൊക്കെ പറയും. ഈ കാണുന്ന പോലെ മാസ്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ശ്വസിച്ചാൽ നിങ്ങൾ കാമാവും, ചില്ലായിട്ട് എല്ലാ പ്രൊസീജിയറും ചെയ്തിട്ട് പുറത്തിറങ്ങാം. രണ്ടാമത്തെ ചോദ്യം എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. സമയം എടുക്കുന്നത് നിങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു കൺസൾട്ടേഷൻ ആണ്, ചെറിയൊരു ഫില്ലിംഗ് ആണ്, അല്ലെങ്കിൽ ഡെന്റൽ ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങാം. അല്ല കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൂട്ട് കനാൽ പോലത്തെ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഫില്ലിംഗ് പോലത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അവേഴ്സ് ഒക്കെ എടുക്കുമായിരിക്കും. 2 അപ്പോയിന്റ്മെന്റിലൊക്കെ ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഇനി മന്ത്സ് ആൻഡ് ഇയേഴ്സ് ഒക്കെ എടുക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്. ക്ലിപ്പൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ കാലാവധി എടുക്കും. മൂന്നാമത്തെ ചോദ്യമാണ് മെയിൻ, ഡോക്ടറെ കാശ് എത്രയാവും എന്നുള്ളത്. എന്നാലേ ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്. നമ്മളിങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ഡെന്റൽ ട്രീറ്റ്മെന്റിനെ കാണാതിരിക്കുന്നതാണ് ഭേദം. ഒന്നില്ലെങ്കിൽ നമ്മൾ 24/7 ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളതിനനുസരിച്ചിട്ട് എന്തായാലും ഒരു ഡെന്റിസ്റ്റിനെ കണ്ടാൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടും ഒക്കെ അവർക്ക് ഒരു കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാവും. അതിൽ പല ഓപ്ഷൻസും ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന എന്നാൽ നിങ്ങളുടെ ടൂത്തിന് ഏറ്റവും യോജിച്ച ട്രീറ്റ്മെന്റ് പ്ലാൻ തിരഞ്ഞെടുക്കുക. അതിൽ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ